धन्य है। മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. और एक सुबह ही वक्त प्रभु ने हमारे लिए प्रदान दिया, इसी कारण में मसीह को हम धन्यवाद देंगे. സങ്കീർത്തനങ്ങൾ 126 1-2 വാക്യങ്ങൾ വായിക്കുന്നു. भजन संहिता 126वां अध्याय की पहले और दूसरा पद. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. यूं लिखा है, जब यहोवा सियोन से लौटने वाले को लौटा ले आया, तब हम स्वप्न देखने वाले से हो गया. तब हम आनंद से हंसने और जय जयकार करने लगे. तब जाति जाति के बीच में कहा आता था, यहोवा ने इनके साथ बड़े बड़े काम किए हैं. ഇവിടെ നാം കാണുന്നത് പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുപോയതായ ഇസ്രായേൽ ജനങ്ങളും ബാബേലിലായിരിക്കുമ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് അവർക്ക് മടങ്ങിപ്പോകുവാനുള്ളതായ ഒരു ഉത്തരവ് ലഭിച്ചപ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുന്നതായ ഒരു അനുഭവം. इस्राएलियों ने बंदी थे और पराया देश में गुलाम की स्थिति में थे, लेकिन वहां से उनको छुटकारा मिला, वहां से आजादी दी, वापस आने की एक अवसर प्रभु ने दिया. तब इन्होंने बहुत आशा आग्रह के साथ जयोत्सव मनाया. यही बात यहाँ पर कहा जाता है. വർഷങ്ങളായി നിരാശയോടുകൂടിയും പ്രവാസികളായിരുന്നതായ അവർക്ക് ഇത്ര പെട്ടെന്ന് ഒരു മോചനം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. सालों वर्षों से पहले बंदी बनाया, बंदी गृह में थे. उनको ऐसे प्रकार की एक आजादी के दिन मिलेगा ना मिलेगा, उनका मन में कुछ सोच विचार नहीं किया था. ഈ പെട്ടെന്നുള്ളതായ ഈ ഒരു വിടുതൽ ഉണ്ടായപ്പോൾ അവര് സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. जल्दी से जल्दी तुरंत आजादी मिला. जो आजादी मानने के समय उन्होंने स्वप्न देखने वालों की डाई बन गया. അവരുടെ വായിൽ ചിരിയും നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. उनकी यहाँ पर दिया है, उनकी हंसने की अवसर और उनको ज्योतिर्मय महिमा पाया है. നിരാശയിലും കണ്ണുനീരിലുമായിരുന്നതായ ഈ ജനത്തിന് പെട്ടെന്ന് ഉണ്ടായതായ ഈ വിടുതൽ നിമിത്തം അവർ ആഹ്ലാദിക്കുക എത്ര ചെയ്യുന്നത്. और अज्ञानित रीति पर ऐसी शादी मिला, तब उनका मुंह में इतनी आनंद और हंसने की हाल उनका जीवन में प्रभु ने दिया है. ഇതുവരെയും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിയോനെ വിട്ട് ഞങ്ങൾക്ക് അന്യദേശത്ത് താമസിക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ച് വിലപിച്ചുകൊണ്ടിരുന്ന ജനമത്രേ പെട്ടെന്ന് അവരുടെ വായിൽ ചിരി ഉണ്ടായത് എന്ന്. सियोन के बारे में सोच समझते हुए इतनी रोते थे, लेकिन आजादी मिला तब उनका मुंह में इतनी आनंद और हंसने की और जय जयकार करने लगा. സിയോൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതായ ആ സ്ഥലം അവിടം വിട്ട് മാറിയത് കൊണ്ടാകുന്ന നിരാശയായിരുന്നു ഇതുവരെയും അവർക്കുണ്ടായിരുന്നത്. सियोन में बहुत आनंद मगन होते थे, वो उनके लिए खो गया, नष्ट हो गया, परदेशी होकर रहा, लेकिन वापस मिलने के समय उनको आनंद मनाया. പ്രിയരെ, നമുക്കും ആഹ്ലാദിക്കുവാൻ വകയുണ്ട്. प्यारो, हमको भी आनंद मनाने के लिए अवसर है. ദുഃഖത്തിലും നിരാശയിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നത് നാമും ചിരിക്കുവാൻ പോവുകയത്രേ.
दुख और वेदना सहते हुए जाने वाले लोगों, विश्वासी गणों, हमको भी ये हाल होने का समय आ पहुंचा गए, निकट है। ജീവിതത്തിലെ പ്രതിസന്ധികളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത് നിരാശയോട് കൂടിയിരിക്കുന്നതായ വ്യക്തികൾക്ക് ഇവിടെ ജീവിതത്തിലെ വലിയ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം നാമും ചിരിക്കുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. हमारा जिंदगी में भी ऐसी प्रकार की हाल, दुखी हाल में रहते हैं। ये इस्राएलियों को मिला इस सीनाई आनंद और हंसने की और जय जयकार की अवसर हमारे लिए भी बाकी है। പാപത്തിന്റെയും രോഗത്തിന്റെയും സാത്താന്റെയും പിടിയിലായിരുന്നതായ നമ്മെ കർത്താവായ യേശു ക്രിസ്തു വിടുവിച്ചതിനെ ഓർത്ത് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. पाप और अपराध और शैतान के काम के बारे में झुके हुए लोगों को यीशु मसीह ने चंगाई देता है और आजादी देता है। इसके बारे में आनंद मगन होने का समय हमारे लिए निकट है। നമുക്ക് അടുത്തിരിക്കുന്ന ആളിനോട് പറയാമോ, ഞാനും ചിരിക്കുവാൻ പോകുന്നു എന്ന്? हमारा सामने बैठने वालों को हम कहे हमें हंसने की समय आ पहुंचा है। നമ്മുടെ ഈ ശിഷ്ടായുസ് മുഴുവനും നാം ചിരിക്കുവാൻ പോകുന്നു. हमारा जिंदगी की बाकी आयु हंसने की हाल प्रभु हमारे लिए देंगे। അതുകൊണ്ട് ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകരുത്. इसे कारण में विश्वास योग्य जीवन में से पीछे हटना नहीं। വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ നാം അവകാശമാക്കുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. बाइबल में, धर्मशास्त्र में हमारे लिए कुछ वायदा बांधा मसीह ने, जो प्राप्त करने के लिए समय हमारे लिए निकट आ पहुंचा है। ബൈബിൾ എന്ന് പറയുന്നത് തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വായിച്ചറിയുവാൻ തക്കവണ്ണം സ്നേഹവാനായ പിതാവ് എഴുതി തന്നതായ ഒരു 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 എഴുത്തത്ര, ഒരു കത്താണ്. हम धक्के मानते हुए लोग हैं, आजादी देने के लिए मसीह ने हमारे लिए लिखे दिए हुए ये चिट्ठी है। വചനത്തിൽ നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെല്ലാം തന്നെയും കർത്താവ് യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സൈൻ ചെയ്ത് നമുക്ക് നൽകിയിരിക്കത്ര, ഉറപ്പ് നൽകിയിരിക്കത്ര ചെയ്യുന്നത്. അത് സംഭവിക്കാൻ പോകുന്നു. धर्मशास्त्र में लिखा हुआ जो लिखित हमारा जिंदगी में विश्वास जीवन में प्रभु परमेश्वर हमारे लिए पूर्णता में लाने के लिए समय आ पहुंचा है। എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് ദൈവം ഇന്ന് നമ്മെ തന്റെ ആത്മാവിനാൽ ശക്തീകരിക്കുവാൻ പോകുന്നു. हमारे बीच में निकट में जो कुछ शोधना, वेदना, पीड़ा, पीड़ित इत्यादि हर एक कामों में लगे हुए हैं, फिक्र मत करो, आनंद मनाने की समय हमारे लिए बाकी निकट आ गया है। എന്നാൽ നാം ഉദ്ദേശിക്കുന്നതായ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്നതായ അവിശ്വാസങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. प्रभु परमेश्वर ने उनकी आज्ञा हमारे में किया करने का समय आ पहुंचा, लेकिन उसमें से हमको अलग करने का, भाग करने का, शक की बात हो और कुछ काम कार्य हो, वो हटा दे। मसीह हमारे में काम किया करने का समय है। വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുത്തു എന്ന് വന്നേക്കാം. प्रतिज्ञा पूरा करने के लिए थोड़ा सा समय देरी लगेगा, शायद हमारे जीवन में होगा। ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന സമയത്ത് ചെയ്തു കൊള്ളാം എന്നല്ല, അത് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ദൈവം അത് നിവർത്തിക്കുമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. प्रभु ने जो कहा हुआ वचन पूरा कर देगा, ये बात नहीं। जो मसीह ने हमारे लिए वायदा बनाया हमारा जिंदगी में, वो प्राप्त करने का समय आ पहुंची।
നമ്മുടെ പരാജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കാതെ നാം തന്നെ വെക്കുന്നതായ ആ സമയപരിധിക്കുള്ളിൽ നടക്കണം എന്ന് നാം ശഠിക്കുന്നത് കൊണ്ടത്രേ നാം നിരാശപ്പെട്ടു പോകുന്നത്. मसीह ने हमारे लिए वायदा बनाया, वो समय निर्णय है। वो समय की पहले हमारा समय में मसीह काम करे, ये सोच समझते हैं, ये बात है हमारा गलत। ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ആ വാഗ്ദത്തങ്ങളുടേതായ നിവർത്തീകരണത്തെ കുറിച്ച് എല്ലാ വിശദമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കാറില്ല. प्रतिज्ञा प्रभु ने की, वो प्रतिज्ञा हर बात हमारे में संपूर्णता में लाने के लिए योजना है, लेकिन हम सोचते हैं हमारा समय पर सब कुछ हो जाए। അസാധ്യങ്ങളായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് അബ്രഹാമിനോട് പോലും ദൈവം പറഞ്ഞില്ല. और असंभव की बात संभव करने का समय निर्धारित समय कभी है, जो बात इब्राहिम को भी यहोवा नहीं कहा है। അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നോടൊപ്പം വരിക എന്നത്രേ. इब्राहिम को यहोवा ने कहा, तुमको दिखाने के लिए जो जगह है मैं तुमको दिखाऊं, तू मेरे पीछे हो लिया है। അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ തന്റെ പരിശുദ്ധാത്മാവിനാൽ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയത്രേ ചെയ്യുന്നത്. प्रभु मसीह ने हमारे लिए एक प्रतिज्ञा की आज्ञा दी, पूर्णता में लाने के लिए प्रभु आज हमारे लिए और समय लेते हैं। നമ്മുടെ സ്വപ്നങ്ങൾ ദൈവം സാക്ഷാത്കരിക്കും. हमारा स्वप्न जो है, जो असली दीदी पर आने का समय निकट है। അപ്പോഴും ഈ ഇസ്രായേൽ ജനങ്ങളെ പോലെ നാമും സന്തോഷിക്കും. और ये इस्राएलियों ने आनंद मनाया, इसी नाई हमको भी आनंद मनाने की अवसर है। അതെ പ്രിയരെ, നാം വീണ്ടും സന്തോഷിക്കുവാൻ പോകുന്നു. प्यारो मित्रों, आनंद मनाने के लिए, जय जयकार के लिए समय हमारे लिए निकट है। കാൽവരി ക്രൂശിലെ അത് പൂർത്തീകരിക്കപ്പെട്ടതായ യേശു ക്രിസ്തുവിൻ്റെതായ ആ ക്രൂശ് മരണത്താൽ, ആ യാഗത്താൽ നമ്മുടെ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റപ്പെടുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. मसीह ने कालवरी क्रूस पर अपना प्राण को त्याग की, जो आज्ञा दी वो पूरा करने के लिए समय निकट है, हम जागते रहे। നാം എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസത്താൽ ഇതൊക്കെയും പ്രാപിക്കുന്നതിന് വേണ്ടി വചനപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. हम करने का काम क्या है? प्रभु ने हमारे लिए वायदा बनाया, आज्ञा दी, वो बात पूरा करने के लिए जागते ही रहे। വചനം ധ്യാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വചനമത്രേ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ये वचन प्रभु की धर्मशास्त्र हमारा हृदय में स्वीकार कर आराधना प्रार्थना में लवली लगेगा, तो वो पूरा करने का समय हमारे लिए आ पहुंची है। നമ്മുടെ ജീവിതത്തിന്റെ മുൻകാല അനുഭവങ്ങളും ഭാവിയിൽ സംഭവിക്കാനുള്ളതും എല്ലാം സർവശക്തനായ ദൈവത്തിന് എല്ലാം അറിവുള്ളതത്രേ. हमारा जिंदगी खोए हुए भागों से मसीह पर लाया, मसीह पूरा करने के लिए हमारा जिंदगी बाकी रखा है। जागते रहो, वो समय पर, निर्धारित समय पर संभव हो जाएगा। വചനം പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, അത് ഉറപ്പുള്ള കാര്യമെന്നത്രേ. धर्मशास्त्र हमारे लिए यही समझाता है, ये धर्मवचन निर्णय है, निर्धारित समय पर पूरा हो जाएगा। ഇരുട്ട് മാറിയും അഥവാ രാത്രി മാറി പ്രഭാതം വരും എന്ന് നമുക്ക് നല്ല നിശ്ചയമാണ്. हमारे लिए मालूम है, निश्चय है, अंधेरा बीत जाते हैं और सुंदर दिन आते हैं इसी नाई। അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാത്തിരിപ്പ് ദൈവത്തിൽ നാം ആശ്രയിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതായ ആ
അവസ്ഥകളിലേക്ക് ദൈവം നമ്മെ നിശ്ചയമായിട്ടും കരം പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. जानते हुए रहो, वायदा बनाया, वो पूरा करने के लिए समय आया। मसीह ने जो वचन पूर्ति करके हाथ मिलाकर उनकी ओर ले जाने का समय निकट है। നിർഭാഗ്യവശാൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതായ പൈശാചിക ശക്തികൾ ഈ നന്മകൾ പ്രാപിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ളതായ ആകുല ചിന്തകൾ കൊണ്ടുവരുന്നു, അവിശ്വാസം കൊണ്ടുവരുന്നു, സംശയങ്ങൾ കൊണ്ടുവരുന്നു. मसीह ने हमारे लिए वायदा बनाया, जो बात पूर्णता में ना लाए, शैतान कई प्रकार की शक और शोधना और पीड़ा देता है हम मसीह में से हट जाने के लिए। ദൈവമക്കളെ ദൈവത്തിൽ നിന്നും വേർപിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായ പൈശാചിക ശക്തികളുണ്ട്. हम पवित्रताई में जागते रहते हैं, मसीह उनका काम कार्य आगमन के लिए, लेकिन इसमें से हमको पीछे हटाने के लिए शैतान ने प्रयत्न करते हैं हमें मसीह में से रहित होने के लिए। നാം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയായതുകൊണ്ട് നമ്മെ എങ്ങനെയും പിശാചിന് ദൈവത്തോട് വലിയ കോപമാണ്. हम मसीह की आंग की पुतली है, उसी में से मसीह में से अब दूर हटने के लिए शैतान बहुत प्रयत्न करते हैं. അനേകം വിശ്വാസികൾക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. अनेक विश्वासियों को ये प्रतिज्ञा पूरा करने के लिए हो नहीं सकता है. പിശാച് അവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് ചിത്രം എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും വാക്ക് പാലിക്കാത്തതായ കള്ളം പറയുന്നതായ ഒരു ദൈവമെന്നത്രേ പിശാച് ചിത്രീകരിക്കുന്നത്. ये शैतान यही योजना बनाते हैं, मसीह ने कहा हुआ वचन पूर्तिकरण में नहीं आएगा, धोखा देता है. ये बात शैतान विश्वासी गणों का जिंदगी में शक डालते हैं. സാത്താൻ മനസ്സിൽ കൊടുക്കുന്നതായ ആലോചന എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയില്ല, ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല എന്നുള്ളതായ ഒരു ചിന്താഗതി അത്രേ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. वो शैतान ने शक डालते हैं, ये काम कोई पूरा नहीं होएगा और ये धोखाबाजी की बात है, तुम विश्वास से हट जाए, तुम्हारा काम पूरा हो जाएगा, यह वचन देता है. ആദ്യ മാതാപിതാക്കളോടുള്ളതായ ഇടപെടലില് ആദ്യത്തെ പ്രഹരത്തിൽ തന്നെ, ആദ്യത്തെ അടിയിൽ തന്നെ ആദാമും ഹവ്വയും വീണുപോയി. मानव जाति की उत्पत्ति आदम और ईव की समय भी इसी प्रकार की शक डाला, इसी कारण में परमेश्वर की महिमा से रहित हो गया. ഭൂമിയെ വാഴുവാൻ മനുഷ്യന് കൊടുത്ത അധികാരം പിശാച് കവർന്നെടുത്തു. भूमि की अधिकारी होकर हुकूमत करने के लिए अधिकार दिया, जो अधिकार शैतान ने खींच लिया है. അതുകൊണ്ട് ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം രണ്ടാമതൊരു ആദാമിനെയും അഥവാ യേശുക്രിസ്തുവിനെയും ഈ ഭൂമിയിലേക്ക് അയക്കുകയും പുതു സൃഷ്ടികളായിട്ട് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുന്നതിന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്തു. प्रभु ने ये योजना बनाया, पहले आदम और ईव मसीह की महिमा से रहित हो गया और दूसरा एक आदम को प्रभु ने संसार में भेजा, वही है हमारा यीशु मसीह. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഒരു കോളനി ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. हमारा उद्देश्य, प्रभु की उद्देश्य यही है, स्वर्ग राज्य हमारा भूमि में लाए. ദൈവത്തിന്റെ പരമപ്രധാനമായ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളതായ ഒരു മനുഷ്യനും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. हमारा प्रभु मसीह की योजना, इच्छा, आग्रह, भूमि में रहते हैं कोई किसी मनुष्य नष्ट ना हो. തിരുവചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് കഴിയും. और मसीह की वचन मनन करते हैं, यीशु मसीह की स्वभाव को
हमको मालूम पड़ सकते हैं। നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നതായ ഒരു മനസ്സലിവുള്ള ദൈവമത്രേ നമുക്കുള്ളത്. हमारा दुर्बलता को देखते हुए तरस खाने वाला एक व्यक्ति है हमारा उद्धारक यीशु मसीह। എന്നാൽ പലപ്പോഴും ദൈവവിശ്വാസികളുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നരകതുല്യമായ ഒരു ജീവിതം അത്രേ ഇവിടെ നയിക്കുവാൻ ഇടയാകുന്നത്. भूमि में मसीह देखते हैं नरक की नाई जीवन है, इसी प्रकार विश्वासियों का जिंदगी भी हो रहा है। പല സംശയങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ദൈവം നമ്മെ ചില പരിശോധനകളിലൂടെ, നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടത്തിവിടുന്നു. हमारा जीवन में कई प्रकार की शक आते हैं, इसी कारण में मसीह की योजना हमारे में पूरा कर नहीं सकते हैं। മനുഷ്യന് സാധ്യമായ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നതിനുള്ളതായ പ്രാപ്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. मनुष्यों को कर सकता है, हो सकता है, ये वचन मसीह हमारे लिए दिया, लेकिन पूरा करने के लिए हमारे में होता नहीं है। വിശ്വാസികളുടെ ജീവിതത്തിൽ അസാധ്യങ്ങളായ കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതായ ആ ഡിപ്പാർട്ട്മെന്റ് ദൈവത്തിൻ്റെതാണ്. विश्वासियों की जिंदगी में योजना आशा आग्रह क्या है, पूर्णता में लाने के लिए प्रभु ने काम किया करता है। നാം എത്ര വലിയ പ്രതിസന്ധികളിലായിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളിലായിരുന്നാലും അസാധ്യമായ കാര്യങ്ങളെ അത് സാധ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ പ്രവർത്തിക്കുകയും തന്നെത്താൻ വെളിപ്പെടുത്തുകയും ചെയ്യും. हो सकता है हमारा जीवन में कई प्रकार की मुसीबत और वेदना सहने की समय हमारे लिए वायदा बनाया मसीह ने, जो पूरा करने के लिए जागते हैं। സാത്താനും ദൈവമക്കളെ എതിർക്കുന്നതായ ശത്രുക്കളായിട്ടുള്ള ആളുകളും ചേർന്നിട്ട് നമ്മുടെ ജീവിതത്തിലും പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടുവരും. मसीह ने हमारा साथ योजना बनाया, वो योजना को तोड़ने के लिए शैतान ने हमारा जीवन में भी कई प्रकार की धोखाबाजी की काम कार्य डालते हैं। അപ്പൊ എത്ര വലിയ പ്രതിസന്ധിയിലായിരുന്നാലും പ്രശ്നമായിരുന്നാലും ഈ ദൈവം നമ്മോട് പറയുന്നത്, അത് എനിക്ക് നിന്റെ ഈ അസാധ്യം, നിന്റെ ഈ പ്രതികൂലത്തിൽ എനിക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. मसीह की वचन हमें यही सिखाता है, तुम क्या कुछ प्रश्न के अंदर गिर गया, जो प्रश्नों में है तुम्हारे सहाय के लिए दुनिया में कोई किसी नहीं रहेगा, तेरे सामने सहाय के लिए मैं ही हूं, ये बात मसीह ने कहा है। ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നമ്മെ തള്ളിവിട്ടതിന് ശേഷം അത് നീ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് പിശാച് നമ്മെ വെല്ലുവിളിക്കുന്നു. तेरी प्रश्नों के अंदर से तुम कैसा बचाएंगे, जो इसका अंदर गिर पड़ा है, हमको आगे बढ़ने से नहीं सकता है, ऐसे तुम्हारा मन में आ जाते हैं, लेकिन मसीह सहाय के लिए निर्धारित समय पर हमारा साथ आ पहुंचता है। കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ ദൈവം പലപ്പോഴും നമ്മെ അനുവദിക്കാറുണ്ട്. कष्ट शोक भोगने के लिए मसीह भी हमें कई कई समय में त्याग देते हैं। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. याकूब की पत्री पगले अध्याय की और पगले पद में यही दिया है। 2-ാം വാക്യമാണ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുവീൻ. याकूब की पत्री में यही दिया है, मेरे प्यारे मित्रों, तुम कई प्रकार की शोधना वेदना सहजते हैं, भोगते हैं, तुम विश्वास स्मृति पकड़ो और ये विश्वास में रहेगा तो तुम्हारा जिंदगी सफलता में रहेंगे। हे मेरा भाइयों, जब तुम नाना प्रकार की परीक्षा में पढ़े तो इसके पूरे आनंद की बात समझो।
നമ്മുടെ ജീവിതത്തിൽ നാനാവിധമായിട്ടുള്ളതായ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, അത് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വളരെയധികം സന്തോഷം ഉള്ള ഒന്നാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. यहाँ पर ये बात देता है, जब तुम नाना प्रकार की परीक्षाओं में पढ़ो तो इसको पूरे आनंद की बात समझो, जा कारण मसीह हमारे लिए आनंद के दिन देने का तैयारी है. നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, നാം ദൈവമുഖം അന്വേഷിക്കുമ്പോൾ, അവിടെ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ കഴിയും. हम नाना प्रकार की परीक्षा में गुजरना पड़ते हैं, तब तुरंत मसीह ने हमारा जिंदगी में आते हैं हमारा जीवन को बदलाहट डालने के लिए. അതെ, ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, വാസ്തവമായിട്ട് വചനം എന്താ പറയുന്നത്? നമ്മുടെ നമ്മുടെ തല ഉയർത്തുന്നവനാണ് ദൈവം എന്നാണ്. हम नाना प्रकार की परीक्षा में जाते हैं, निराशा होता है, तब हमारा सिर ऊंचा उठाने के लिए, तुरंत जवाब देने के लिए मसीह हमारा निकट आता है. ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർക്ക് വാഗ്ദത്ത ദേശത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം മോശയുടെ നേതൃത്വത്തിൽ അവർ ഇറങ്ങി പുറപ്പെട്ടു. और इस्राएलियों में मिस्र देश में गुलाम में थे, उनका छुटकारा देने के लिए यहोवा ने पृथ्वी पर आया, मूसा को इस्तेमाल किया, ये गुलामी देश में से उनको चलाने के लिए, छुटकारा देने के लिए यहोवा उनका बीच में आया. ഈ പോകുന്നതായ ഈ ഇസ്രായേൽ ജനങ്ങളെ എങ്ങനെയും മടക്കി കൊണ്ടുവരണം എന്നുള്ളതായ തീരുമാനത്തോടുകൂടി ഫറവോൻ തന്റെ അഭിപ്രായം മാറ്റിയിട്ട്, മനസ്സ് മാറ്റിയിട്ട് അവൻ ഇവരെ പിന്നാലെ വരുന്നു. इस्राएल में जिन लोगों ने छुटकारा पाकर जाते हैं, उनका जाने के समय में फिरौन उनका सेनाओं ने इस्राएलियों को वापस लाने के लिए उनका पीछे हो लिया. കാരണം മിസ്രയീമ്യരുടേതായ സമ്പദ്ഘടനയുടേതായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അടിമകളുടേതായ വേലയായിരുന്നു. इस्राएलियों की संपत्ति की और सब कुछ काम कार्य इस्राएलियों ने मिस्र देश में गुलाम में थे, वो ही गुलामियों है. ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിൽ അതാണ് ചെങ്കടൽ അവർക്ക് കാണുവാൻ കഴിയും. इस्राएलियों की आगे लाल समुद्र देख सकते हैं, എന്നാൽ പിന്നിൽ ഫറവോന്റെ സൈന്യം, पीछे आते हैं फिरौन उनका सेनाओं. ഈ ഇസ്രായേൽ ജനങ്ങളെ ചെകുത്താനും ചെങ്കടലിന് മധ്യയായി പോയി. वो ये इस्राएलियों ने ये मिस्रियों और लाल समुद्र के बीच में है. ഇസ്രായേൽ ജനങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങി. മിസ്രയീമിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ മോശെ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്ന്. मूसा की ओर गुड़गुड़ाने के लिए शुरू किया, मिस्र देश में कब्रिस्तान नहीं है, क्यों तो यहाँ पर लाया है. എന്നാൽ ആ പ്രതിസന്ധിയുടെ മധ്യയും ആ പ്രതികൂലത്തിന്റെ മധ്യേ, അസാധ്യമായ ആ സാഹചര്യത്തിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. ये प्रतिकूल परिस्थिति आया, घेर लेने के लिए शत्रु पीछे आते हैं, आगे लाल समुद्र है, लेकिन इसका बीच में जवाब देने के लिए यहोवा परमेश्वर उतर कर आया है. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല എന്ന് ജനം വിചാരിച്ച സ്ഥലത്ത് ദൈവം ആഴിയിൽ ഒരു വഴി ഒരുക്കി. उद्धार होने के लिए कोई रास्ता नहीं, कोई रास्ताओं में स्थान में यहोवा परमेश्वर ने समुद्र में रास्ता खोल दिया. ഈ ജനത്തെ സുരക്ഷിതമായി ജീവാപായം വരാതെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. കാരണം ഈ ജനം പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ വീടിന്റെ ലിൻഡലില് അവർ രക്തം പുരട്ടിയിട്ടത്രേ അവർ ഇറങ്ങി പുറപ്പെട്ടത്. इस्राएलियों को छुटकारा देने के लिए वायदा दी, उनका छुटकारा की पगड़ी एक काम की, मेमना की लोहू इनका दरवाजा पर लटकाया था.
അതുകൊണ്ട് നാം യേശുവിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കുന്നത് കൊണ്ട്, അഥവാ യേശുവിന്റെ രക്തത്താൽ സീൽ ചെയ്യപ്പെട്ടതായ ഒരു ജീവിതം അത്ര ഒരു വിശ്വാസിയുടേത്. അതുകൊണ്ട് നാം തകർന്നു പോകുകയില്ല. നാം എത്തേണ്ടിടത്ത് ഈ ദൈവം നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. मिस्र देश में मेमना की लोहू में चिन्ह दिखाया, वो इसी कारण में छुटकारा मिल गया। तो आजकल दिनों में मान ले हमारा यीशु मसीह अब हमारे लिए प्रयत्न किया, हमारा प्रयत्नों को लाभ उठाने का समय अभी है। അതെ, പ്രശ്ന സങ്കീർണമായ നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുന്നു. हमारा आगे इतने प्रश्न होता है, गड़बड़ होता है, उसके अंदर से रक्षा करने के लिए हमारा यीशु मसीह हमारा बीच में उतर कर आता है। അങ്ങനെ സമാനമായ പ്രശ്നത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തീയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ചാലും നാം പിന്മാറാതെ ആ യഹൂദ ബാലന്മാരെ പോലെ ശക്തമായ ഒരു നിലപാട് എടുക്കുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും വിടുതൽ കാണുവാൻ കഴിയും. की भट्टी की नाई इतने गंभीर हाल हमारा बीच में आगे आएगा तो भी ये आग में उतरा हुआ स्वर्गदूतों की नाई मसीह उसी घड़ी में रक्षक होकर हमारा सामने आएगा, आता है। എത്ര ഭയാനകമായ സിറ്റുവേഷനാണ് ഒരു വിശ്വാസിയുടെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും നാം ആ സന്ദർഭങ്ങളിലും അത് കണ്ണുനീരോടുകൂടി കരയുകയല്ല വേണ്ടത്, മറിച്ച് ദൈവ വചനത്തിലേക്ക് നാം ശ്രദ്ധ ഊന്നേണ്ടത് ആവശ്യമായിരിക്കുന്നു. इतनी भयानक गंभीर हाल हमारा सामने आएगा तो भी रोते हुए दांत पीसते हुए बैठना नहीं, और हिम्मत पाकर डांड बांध कर आगे बढ़ने के लिए सुबह के समय आपको चेतावनी देता हूं। നമുക്ക് എഴുതപ്പെട്ടതായ വചനമുണ്ട്, അതിലൂടെ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हमारे लिए लिखे दिया हुआ लिखित है, जो हमारे लिए अजारी होता है। हम मनन करे, मानो, आगे बढ़ो, प्रभु हमारे जीवन को पूरा कर देंगे। നാം ആവശ്യത്തിന്റെ മധ്യേ ആയിരിക്കുമ്പോൾ ദൈവ വചനത്തിൽ നിന്നുള്ളതായ ചില റേമ വചനങ്ങള് നമ്മുടെ ശ്രദ്ധയിൽ ദൈവം കൊണ്ടുവരും. हम कई प्रकार के प्रश्नों में आते हैं, तब यीशु मसीह की अमूल्य शब्द वचन हमारा जीव में देता है, आश्चर्य काम हमारा सामने दिखाता है। ആ റേമ വചനത്തിലൂടെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. और अमूल्य शक्ति सामर्थ्य हमारा बीच में उतर कर आता है। അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത് നാം വീണ്ടും ചിരിക്കുവാൻ പോകുന്നു. इसी कारण में ये वचन आपको सुबह ही वक्त देता है, हंसने का हाल हमारा सामने आया है, आता है। നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളുടെ ബിസിനസിന്റെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും, സാമ്പത്തികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മെ വിടിവിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. मानो ये बात स्मरण रखे, हमारा बाल बच्चों के प्रश्न हो, हमारा धन दौलत की प्रश्न हो, हमारा घर खानदानों के प्रश्न हो, जो कोई निराशा की बात आता है, जवाब देने के लिए प्रभु की आत्मा हमारे लिए आ गया है। ഈ പ്രശ്നങ്ങളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി. हमें एक कष्ट शोक से हमें गुजरना देता है, कारण यही है हमारा परमेश्वर की सामर्थ्य शक्ति प्रकट करने के लिए। ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ യേശു നമ്മുടെ പരിചയാകുന്നു. और यीशु प्रभुता करते हैं, मैं तुम्हें कभी भी त्याग नहीं करेगा, कभी भी छोड़ेगा नहीं। ഈ ദൈവം നമ്മുടെ സഹായകനാകുന്നു. यही मसीह हमारा सहायक है, ഈ ദൈവം നമ്മെ വിടിവിക്കുന്നവനാണ്. ये मसीह हमें छुटकारा देने वाले हैं, ഈ ദൈവം നമ്മുടെ സൗഖ്യദായകനാണ്. यही मसीह हमारा चंगाई देने वाला है। സഹോദരനേക്കാളും നമ്മോട് പറ്റിച്ചേർന്നിരിക്കുന്നതായ നമ്മുടെ ഉത്തമ സുഹൃത്തത്രേ ഈ ദൈവം. हमारा भाईचारों से भी अधिक हमारा सामने साथ भी साथ कंधे मिलाकर जाने वाला
वो इतना प्यारा है हमारा यीशु मसीह। പ്രശ്നങ്ങളുടേതായ കൂമ്പാരമായ വെള്ളത്തിന്റെ മീതെ നമ്മെ നടക്കുവാൻ പ്രാപ്തനാക്കുന്നതായ ദൈവമത്രേ നമുക്കുള്ളത്. प्रश्न गलत शिक्षा काम कार्य होता है, तुरंत मसीह ने हमारे लिए और विश्व में आकर रक्षा करने वाले है हमारा यीशु नासरी। ഈ യേശു നമ്മുടെ പാപങ്ങൾ വഹിക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ ഭാരങ്ങളെയും നാൾതോറും വഹിക്കുന്നവനത്രേ. केवल हमारा पाप अपराधों को डामने वाला नहीं, और भी दिनम प्रति हमारा बोझ उठाने वाला हमारा मसीह है। നാം വഹിക്കുന്നതായ ഭാരമേറിയതായ കുരിശിന് പകരം അവൻ നമുക്ക് കിരീടങ്ങളെ നൽകും. जो इतना बोझ की क्रूस सली उठाने की बदले हमारा यीशु मसीह ने हमारे लिए तसली देता है। ഈ യേശു മരണത്തിന് പകരം നമുക്ക് ജീവൻ പ്രദാനം ചെയ്യും. ये यीशु मसीह मृत्यु के बदले जीवन देता है। പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവൻ നമുക്ക് ശക്തി പകർന്നു തരും. प्रश्नों से हम गुजरते हैं, आगे जाते हैं, हमारा वेदना के समय तुरंत हमें सामर्थ्य शक्ति देता है। ഈ പ്രശ്നങ്ങൾ നമ്മെ വിട്ട് മാറുവാൻ പോവുകയത്ര ചെയ്യുന്നത്. നാം ആ സ്വപ്നം കാണുന്നത് പോലെ ചിന്തിച്ചതായ ആ ഇസ്രായേൽ ജനങ്ങളെ പോലെ നാമും ചിരിക്കുവാൻ പോകുന്നു. अब ये प्रश्नों से आगे बढ़ते हैं, निराशा होता है। प्यारो, ये निराशा नहीं, भजन संगीत वाला लिखा है, इसी नाई जय जयकार की शब्द, आनंद की शब्द हमारा जीवन में देने का समय आ पहुंचा है। നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് താഴ്ച സംഭവിക്കുകയില്ല. मसीह में हमारा भरोसा और आश्रय रखा, इसी कारण में हम हारेगा नहीं। നാം സാഹചര്യങ്ങളെ നോക്കിയിട്ട് കാഴ്ചയാലാണോ നടക്കുവാൻ പോകുന്നത്? हमारा चारों तरफ देखते हैं, हम दिखावट चीजों को देखते हैं। ഈ സാഹചര്യങ്ങളെല്ലാം മറന്നിട്ട് വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നേറാം. ये प्रदर्शनी को त्याग कर निकाल कर आगे बढ़े, मसीह हमारे लिए है। വചനത്തിൽ പറയുന്നത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ പ്ലാൻ എന്ന് പറയും. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു അജണ്ട ഉണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ നാശത്തിനല്ല, നന്മയ്ക്കത്രേ. बुलाहट मिला हुआ मित्रों को मसीह को एक योजना है, वो योजना वेदना कष्ट नाश के लिए नहीं, आगे बढ़ाकर स्वर्ग राज्य में जाने के लिए, ठहराने के लिए है। പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത് നാം ഓരോരുത്തരും അടുത്ത ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് പോകുവാൻ പോകുന്നു. पवित्र आत्मा ये याद दिलाता है, नीचे नीचे नहीं, ऊंचे ऊंचे श्रेणी में हम चलाने के लिए पवित्र आत्मा के कार्य अभी हमारे लिए है। ദൈവത്തിന് താൻ ബലവാനെന്ന് നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കണമെങ്കിൽ ഇതുപോലുള്ളതായ പ്രതികൂല സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. हमारा मसीह बलवंत है, शक्तिमान है, प्रबल है, ये दिखाना चाहता है तो हमारा वेदना कष्ट दुख की भरी हुई समय में से रक्षक होकर हमारा बीच में आते हैं। आना चाहता है तो हम कष्ट सहजना जरूरत है। മരണവേദനയോടുകൂടി വിലാപ ഭവനമായിരുന്നതായ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ എന്താണ് സംഭവിച്ചത്? അതുവരെയും ബേഥാനിയിൽ സംഭവിക്കാത്തതായ ഒരത്ഭുതം അവിടെ സംഭവിച്ചു. മരിച്ച ലാസറിനെ യേശു ക്രിസ്തു ഉയർപ്പിച്ചു. मार्था और मरियम के भवन में इतनी रोनाहट चिल्लाहट निराशा की बात थे, लेकिन वो घर में हमारा यीशु मसीह गया, लाजर को जिलाया, वहां मर आनंद मनाया। അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 24 വർഷം താൻ മക്കളില്ലാത്തവനായിരുന്നു എങ്കിലും ഇതാണ് ബഹുജാതികൾക്ക് പിതാവ് എന്നുള്ളതായ ആ പേരും വഹിച്ചുകൊണ്ടത്രേ താൻ വിശ്വാസ ജീവിതത്തിൽ നിന്നത്. इब्राहिम के बारे में हम सोच विचार करेगा तो 24 वर्ष
निराशा होकर इब्राहिम ने जाया गया, लेकिन 25 वर्ष के बाद में उनका जीवन में एक संतान को दिया, वो घर में आनंद मनाया। ദൈവം നൽകിയതായ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഈ ദൈവത്തിന്റെ വാഗ്ദത്തം സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിച്ചതായ ഒരു വലിയ മനുഷ്യനായിരുന്നു അബ്രഹാം. इब्राहिम की शरीर दुर्बलता हो गया, आशा नष्ट हो गया, सारे प्रतिकूल हाल आ गया, लेकिन इस यहोवा परमेश्वर ने प्रतिज्ञा को पूरा किया। इसी कारण में उनका आनंद मनाने के लिए अवसर दिया है। അബ്രഹാം നിരാശപ്പെട്ടു പോയില്ല. കാരണം താൻ സാഹചര്യങ്ങളെ നോക്കിയല്ല ജീവിച്ചത്, മറിച്ച് ദൈവമുഖം നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ ജീവിച്ചു. इब्राहिम निराशा नहीं हुई। एक बार बुलाने के समय एक आशा इब्राहिम को यहोवा ने दी, और आशा के लिए जागते हुए बैठा, जीवन बिताया। 25 वर्ष के बाद में प्रभु की आज्ञा पूरा किया है। പിശാചൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ അനർത്ഥങ്ങളും പരാജയങ്ങളും പ്രതിസന്ധികളും നോക്കിയിട്ട് നാം സാഹചര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും പിന്മാറുവാനുള്ളതായ ശക്തമായ പ്രേരണ ഉണ്ടാകും. हम मसीह की चेहरे की ओर देखते हुए विश्वासी गणों दुनिया की दुनियादारी कामकारियों को देखते हैं, मसीह की चेहरे से हट जाएगा और आज्ञा प्रतिज्ञा हमारे बीच में संभल नहीं होएगा। പ്രിയ വിശ്വാസിയെ, നിന്റെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതത്രേ. हमारे प्यारे विश्वासी गणों, मसीह ने हमारा साथ एक वायदा बनाया, तो हम जागते हुए रहे, निर्धारित समय पर मसीह वो पूरा कर देगा। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന്. ये वचन में यही हम पाया जाता है, हमारा यीशु मसीह को असंभव एक बात उनकी डिक्शनरी में है नहीं है। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से आदि समर्थ रीति पर प्रभु परमेश्वर हमको आशीर्वाद दिया जाए। आमीन।